handsome guy. അച്ചായ ജോണിയാണ്. ആടാ പട്ടി ജോണി പറയടാ. കുറച്ച് ചെമ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പണ്ടം വെച്ചേ കുറച്ച് പൈസ വാങ്ങാന്ന് കരുതി. അതിന് നീ എന്തിനാടാ എന്നെ വിളിക്കുന്നത്? നേരെ പീടിയിലേക്ക് ചെന്നാ പോരെ. ഇത് സ്വർണ്ണപ്പണയല്ല, വേറെ ഐറ്റാ. നിന്റെ അനിയനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. പുന്നാരനെ തിരിച്ചു വേണമെങ്കിലേ 4 കിലോ ബിസ്ക്കറ്റ് അടിച്ചേ 9.5 തിളക്കത്തില് കൊണ്ടുപോവാണേ. അവൻ പട്ടിക്കൂട്ടില ബെൽജിയം മെല്ലോയ്സ്. അവറ്റെങ്കിലും കടിച്ചു കീറണ്ടെങ്കിലേ പണ്ടവും പണമായിട്ട് വാ. വിക്ടർ വിക്ടർ മോനെ, വിക്ടർ എവിടെ പോയി ഇവൻ? വിക്ടർ വിക്ടറിനല്ലേ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഫോൺ കോൾ വന്നേ? അനിയനാന്നാ പറഞ്ഞേ. ഏതായാലും വിക്ടർ അല്ല. പട്ടി ജോണി പണയമായി പിടിച്ച പണ്ടം അവന്റെ പണ്ടാരടങ്ങുമല്ലോ. He is a wrong person. I'm a dog lover. I have a husky. His name is Rocky. നിങ്ങൾക്ക് ആള് മാറിയതാ. എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
the wrong person. Can't let you get away. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മുറിക്കേണ്ട സമയത്ത് തന്നെ മുറിക്കണം. എന്താ വല്യ പച്ച, ആർക്കാ ഇപ്പൊ ഇവിടെ വീതം വെക്കേണ്ടത്? എനിക്കല്ല, കണ്ണ് കാണാത്തവനാണെങ്കിലും വിക്ടർ ഇല്ലേ, പിന്നെ ആൻസി. അവള് പറഞ്ഞോ? ഊവച്ചായ ഞാൻ പറഞ്ഞായിരുന്നു. 3 ഭാഗമായിട്ട് വീതിക്കണം. 3 അല്ല 4. ഏത് ആ തന്തയാരെന്നറിയാത്ത നായയാണോ 4-മൻ? വല്യപ്പച്ചൻ മര്യാദയിൽ സംസാരിക്കണം. അല്ല അച്ചായനി മാർക്കോട് എന്താ ഇത്ര വലിയ ഇഷ്ടം? നമ്മുടെ കൂടെപ്പറപ്പൊന്നും അല്ലല്ലോ, സ്വന്തം ചോരയോടില്ലാത്ത ഇഷ്ടാ എങ്ങു നിന്ന് വന്നു കയറി ഒരുത്തനോട്. അതെന്നെ പഠിപ്പിച്ചത് എൻ്റെ നിന്റെ അപ്പൻ അടാട്ട് കാർന്നൂര് തന്നെയാണ്. അങ്ങേര് ഒരു ദിവസം അവൻ എവിടെ നിന്നോ വിളിച്ചോണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ച് അങ്ങേരുടെ അപ്പൻ്റെ പേരും കൊടുത്തു, മാർക്കോ. അതായത് എൻ്റെ നിന്റെ അപ്പാപ്പൻ സാക്ഷാൽ മാർക്കോ. അതെനിക്കോ വിക്ടറിനോ അല്ല അപ്പച്ചൻ തന്നത്, നീ പറഞ്ഞ ദത്തുപുത്രനാ. അല്ല, എന്നു മുതൽ അവൻ നിനക്ക് കൂടപ്പറപ്പ് അല്ലാതായത്? സ്വത്ത് വീതം വെച്ചപ്പോഴും അപ്പച്ചൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഈ ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എങ്ങനെ വീതം വെക്കണമെന്നൊക്കെ ജോർജിനറിയാം കേട്ടോ. നിന്റെ അപ്പൻ അവൻ എവിടെ നിന്ന് കൊണ്ടുവന്നതായാലും ഇനി അവന്റെ ചോരയായാലും ബാസ്റ്റഡ് തന്നെയാ. ഒരു തറവാട്ടിലും പിഴച്ചുണ്ടാവുന്നവന് സ്വത്ത് എഴുതി കൊടുക്കാറില്ല. വല്യപ്പച്ചൻ പറയണേലും കാര്യമുണ്ട്. അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് സ്വത്ത് കിട്ടേണ്ടത്. ഇച്ചാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ കോട്ടയത്തെ തോട്ടവും കൊരട്ടിയിലെ പറമ്പൊക്കെ നോക്കണ ഈ വല്യപ്പച്ചനാന്ന്. അവിടുത്തെ ആദായത്തെ പറ്റി നമുക്ക് സംസാരിക്കണ്ടേ? എല്ലാം നമുക്ക് മാത്രമുള്ളതല്ലേ? അത് നിയമത്തിൽ വരുന്ന കാര്യം. പിന്നെ സ്വത്ത് കണ്ണി കണ്ടവർക്ക് അനുഭവിക്കാനുള്ളല്ലോ. വെറുതെ അല്ല കർത്താവ് നിന്നെ കണ്ണുപൊട്ടനാക്കിയത്. നിന്റെയൊക്കെ തന്തയുടെ സ്ഥാനത്താ ഞാൻ. തന്തയുടെ സ്ഥാനത്തെന്നല്ലാതെ തന്തയാവാൻ നോക്കണ്ട. ചിലവർക്ക് കർത്താവ് കണ്ണു കൊടുക്കില്ല, ചിലവർക്ക് ബോധം. വിക്ടർ മിണ്ടേരി. സോറി ചേട്ടത്തി, പറയേണ്ടത് പറയണം. ആർക്കോ ഞങ്ങൾക്കാരെന്ന് ഈ പുറത്തുനിന്ന് വന്ന വല്യപ്പച്ചൻ പറഞ്ഞിരണ്ട. വല്യപ്പച്ചോ കേട്ടല്ലോ, വിക്ടറിന് വരെ പ്രാപ്തിയായി. അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് ആരുടെ ഉപദേശം ആവശ്യമില്ല.